ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പാസ്തയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് കണ്ടൻറ്റുള്ള പാസ്തയാണ് കേട്ടോ. ഇത് കുറച്ച് അധികം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു 5-10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യണം. മൈദ വെച്ചിട്ടുള്ള പാസ്തയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പും ഒരു സ്പൂണ് ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നാപോലെ വെന്ത് വരുമ്പോൾ നമുക്കത് ഡ്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഇനി അടുപ്പത്തേക്ക് പാൻ വെച്ച ശേഷം അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ല ബട്ടർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. 4-5 വെളുത്തുള്ളി നന്നായി ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം തന്നെ കൈ വിടാതെ നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിനോട്ട് പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് പല രീതിയിൽ വെക്കാം. ഞാനിത് കാണിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ. കുട്ടികൾക്ക് ഈ വൈറ്റ് സോസ് പാസ്ത എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ ഇട്ട ശേഷം നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലോട്ട് പാൽ ആവശ്യാനുസരണം പാൽ ഒഴിച്ചിട്ട് നമുക്കതിനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലോട്ട് ചീസും അതുപോലെ പാസ്തയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മൾ അതിനെ കുറച്ച് ലൂസാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഈ സമയം തന്നെ നമുക്ക് ഇതിലോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചീസ് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ആ പാൽ ഒഴിച്ചിട്ടുള്ള ആ സമയത്തോട് കൂടിയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചീസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാസ്ത ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലായിട്ട് നമുക്ക് കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഈ പാസ്തയുടെ മെയിനായിട്ടുള്ള ഫ്ലേവർ നൽകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യമായിട്ട് ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഏത് സ്റ്റേജിലും വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒരുപാടധികം ചീസ് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീസ് സ്ലൈസ് ഇല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1-2 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ചീസൊക്കെ ഇറങ്ങി നല്ല ഫ്ലേവറോട് കൂടിയിട്ട് നമുക്ക് പാസ്ത കിട്ടും. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏറ്റവും നല്ലത് ഗ്രേറ്റഡ് ചീസ് തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതുപോലെ ചീസ് സ്ലൈസ് ആയാലും മതി. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വരില്ല. നല്ല ടേസ്റ്റാണ്. ആഡ് ചെയ്ത് കൊടുത്ത് സ്പൈസസ് പോരെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളായതുകൊണ്ട് ഒരുപാട് എരിവ് ഇല്ലാത്തതാണ് നല്ലത്. അവർക്കിഷ്ടം ചീസിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുവാണെങ്കിൽ അവർക്ക് കൂടുതലും ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ വൈറ്റ് സോസ് പാസ്ത റെഡി. ഞാനിത് ഉണ്ടാക്കിയത് മോൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ടാണ്. ലഞ്ച് ബോക്സിലേക്കാണ് ഈ ഡിഷ് ഇന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.